ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ യു ആൻഡ് മീ. സോ ഇന്നത്തെ വീഡിയോ ഒരു ഷോർട്ട് വ്ളോഗാണ്. ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ ട്രൈ ചെയ്തു ഒരു ലോങ് വീഡിയോ എടുക്കാൻ. സോ ഞാനും അമ്മയും ഇന്ന് രാവിലെ തനിമ വരെ പോകാമെന്ന് വിചാരിച്ചു. അമ്മ ഇപ്പം അച്ഛൻ നാഗാലാൻഡിൽ പോയിട്ടുള്ളതുകൊണ്ട് അമ്മ എൻ്റെ കൂടെ ഫ്ലാറ്റിലുണ്ട്. അപ്പം ഇവിടെ വരുമ്പോഴാണ് അമ്മ ഇങ്ങനെ എന്താ പറയുന്നത് എൻ്റെ കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്യുന്നതൊക്കെ. അപ്പം അമ്മയും കൊണ്ടൊന്ന് തനിമയിൽ പോയി. അമ്മ ഫേഷ്യലൊക്കെ ചെയ്ത് എനിക്ക് ജസ്റ്റ് ബ്ലോ ഡ്രൈ സെറ്റിങ് ചെയ്യണമായിരുന്നു. കാരണം ഞാൻ 1 വീക്ക് ആയതേ ഉള്ളൂ ഹെയർ കട്ട് ചെയ്തിട്ട്. ബട്ടർഫ്ലൈ കട്ടാണ് ചെയ്തത്. അപ്പം ഞാൻ എൻ്റെ ബ്ലോ ഡ്രൈ കഴിഞ്ഞു. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അറ്റത്ത് കേൾസ് തന്നെ കിട്ടിയത്. ബട്ട് അതൊക്കെ പോയി ഇപ്പോഴത്തേക്കും. പിന്നെ ഞാനവിടെ വെയിറ്റ് ചെയ്തു. അമ്മ വന്നു. ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് തിരിച്ച് ലഞ്ച് കഴിച്ചു. ചോറും രസവും അവിയലും ക്യാബേജ് തോരനും. പിന്നെ ബാലു പോയിട്ട് ഈ ഒരു ഫിഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കഴിക്കില്ല. പിന്നെ ഇത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു പീസാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പീസാണ്. അതെൻ്റെ കസിൻ സിസ്റ്ററിന് വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് മാറ്റി. ഇന്ന് നമ്മൾ പൈപ്പുംമൂട് തിരിച്ച് വീട്ടിലോട്ട് വരും. അപ്പോൾ അത് ജസ്റ്റ് പാക്ക് ചെയ്തതേ ഉള്ളൂ. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ മധുരം കഴിക്കണം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും മധുര സേവയൊക്കെ കഴിച്ചു. പിന്നെ ഒരു 4 മണിയൊക്കെ ചായ കുടിക്കുമ്പോൾ എന്തെങ്കിലും കൂടെ കഴിക്കണം. ഇതൊരു ഭയങ്കര വൃത്തികെട്ട ശീലമാണ്. എപ്പോഴും കഴിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഞങ്ങൾ KFCന്ന് ചീസ ഓർഡർ ചെയ്തു. തീരെ മോശമായിരുന്നു. സത്യം പറഞ്ഞാൽ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ലാസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെയോ അതിൻ്റെ പുറം ഭാഗമെങ്കിലും കഴിക്കണമല്ലോ, ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചല്ലേ എന്ന് പറഞ്ഞ് കഴിച്ചു. ബട്ട് പേഴ്സണലി ഭയങ്കര ബാഡ് ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ. പിന്നെ ഞാനും അമ്മയും കൂടെ ഇന്ന് വർക്ക് കുറച്ച് നേരത്തെ ഒന്ന് ഒതുക്കിയിട്ട് ഞാനും അമ്മയും കൂടെ ലുലുവിലോട്ട് പോവാണ്. കാരണം അവിടെ കുറച്ച് ഓഫേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഷാംപൂലും പിന്നെ എന്താ ഷവർ ജെല്ലൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ 2-3 ദിവസം പോയപ്പോൾ ഞങ്ങളത് മേടിച്ചില്ല. ഭയങ്കര തിരക്കായത് കാരണം മേടിച്ചില്ല. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ ഓർത്തു അവിടെ പോയിട്ട് അതൊക്കെ ഒന്ന് മേടിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത്, എനിക്ക് സ്റ്റുഡിയോയിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. വെച്ചാൽ എനിക്ക് നെയിൽ പോളിഷ് മേടിക്കണമായിരുന്നു. റെഡ് കളർ എനിക്ക് വേണമായിരുന്നു ഒരു ഫംഗ്ഷൻ ഇടാൻ. അപ്പോൾ ഞങ്ങൾ ആദ്യം സ്റ്റുഡിയോയിൽ പോയി. പിന്നെ നെയിൽ പോളിഷ് വാങ്ങാൻ പോയെങ്കിലും അവിടെ മൊത്തം കറങ്ങി നടന്ന് ആവശ്യമില്ലാത്തതും ഉള്ളതും ഒക്കെ ഒരുമിച്ച് അങ്ങ് മേടിച്ചു. അതെപ്പോഴും ഉള്ളതാണല്ലോ. ഏതെങ്കിലും കടയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ കാണുന്ന എല്ലാം ഇങ്ങനെ എടുക്കും. പിന്നെ അമ്മയും എന്നെപ്പോലെ അത്യാവശ്യം നല്ല ഷോപ്പിംഗ് ഫ്രീക്ക് ആണ്. അപ്പം അമ്മയ്ക്കും എനിക്ക് ഒരു കൺട്രോളും ഇല്ല എന്നും ഇങ്ങനെ മേടിക്കുന്ന കാര്യത്തിൽ. പിന്നെ അമ്മയെ ഒരു നെയിൽ പോളിഷിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് എടുത്തു. എനിക്ക് കറക്റ്റ് ഷെയ്ഡ് കിട്ടി. നല്ല ബ്രൈറ്റ് റെഡ് കിട്ടി. പിന്നെ അവിടെ ഇങ്ങനെ കുറേ കമ്മലും മാലയും നല്ല 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 ക്ലാസി ആയിട്ടുള്ള ഐറ്റംസ് വളരെ എനിക്ക് തോന്നുന്നു അഫോർഡബിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റുഡിയോ. ഞാൻ എടുത്തില്ല. ബട്ട് ഇതിന് മുന്നേ ഞാൻ ഇവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പീസൊക്കെ ആക്ച്വലി ഭയങ്കര രസമുണ്ട്. ഇടയ്ക്ക് ഞാൻ മേടിച്ചിട്ടുണ്ട് അവരുടെ നിന്ന് 2-3 പീസ്. അത്യാവശ്യം ആ റേറ്റിനുള്ള ക്വാളിറ്റി ഉണ്ട്. എല്ലാം ഒരു 99, 199 ആ ഒരു റേഞ്ചൊക്കെ അല്ലേ ഉള്ളൂ. സോ ആ ഒരു റേഞ്ചിൽ നോക്കുമ്പം ഇറ്റ്സ് ആക്ച്വലി വെരി ഗുഡ്. പിന്നെ നമ്മളിങ്ങനെ എല്ലാ സെഷനിലും പോയി നോക്കി. പിന്നെ അച്ഛനൊരു ടീഷർട്ട് എടുക്കണമായിരുന്നു. അങ്ങനെ അച്ഛനൊരു ടീഷർട്ട് എടുത്തു. പിന്നെ എനിക്ക് വീട്ടിലിടാനായിട്ട് ടീഷർട്ട്സ് എടുത്തു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി. പിന്നെ ആ താഴെ ഞങ്ങൾക്ക് ഹൈപ്പർ മാർട്ടിൽ കയറാൻ വയ്യായിരുന്നു. അതിൻ്റെ പുറത്ത് തന്നെ ഈ ഓഫർ ഇട്ടിട്ടുള്ള ആ ഒരു പ്ലേസിൽ കയറിയിട്ട് നമ്മൾ വിചാരിച്ച സാധനങ്ങളെല്ലാം എന്തായാലും മേടിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ എന്താ മേടിച്ചതെന്ന്. ഇപ്പോൾ വിവലിൻ്റെ ഈ ഒരു ഷവർ ജെല്ല് ഭയങ്കര റേറ്റ് കുറഞ്ഞാണ് തന്നത്. ഒരെണ്ണം 140 റുപ്പീസേ ആയിട്ടുള്ളൂ. പിന്നെ ഈ വിവലിൻ്റെ ഹാൻഡ് വാഷും. ഇത് രണ്ടെണ്ണം മേടിക്കണമെന്ന് വെച്ചാൽ ഒന്ന് ഫ്ലാറ്റിലത്തേക്ക് ഞങ്ങൾക്കും പിന്നെ അമ്മയ്ക്ക് വീട്ടിലത്തേക്കും ആയതുകൊണ്ടാണ് കേട്ടോ രണ്ടെണ്ണം കാണിക്കണേ. പിന്നെ ഈ ലോറിയലിൻ്റെ ഷാമ്പുവും 1000 സംതിങ്ങിൻ്റെ ഷാമ്പു ആയിരുന്നു. അത് നമുക്ക് 500-ന് കിട്ടി. എല്ലാം ഓൾമോസ്റ്റ് 50% ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ അല്ലറ ചില്ലറ പിന്നെ ടവൽ, പിന്നെ ബാത്ത് മാറ്റ്, അങ്ങനെ ബെഡ്ഷീറ്റ്. ഈ ബെഡ്ഷീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെയെല്ലാം മേടിച്ചു. പിന്നെ നൈക്കയിൽ നിന്ന് അമ്മയ്ക്കൊരു ലൈറ്റ് ഷെയ്ഡിൻ്റെ ലിപ്സ്റ്റിക്ക് വേണമായിരുന്നു. അത് മേടിച്ചു. പിന്നെ ഒരു മോയ്സ്ചറൈസറും എനിക്കൊരു ഐബ്രോ ഒരു പാലറ്റ് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതും മേടിച്ചു. പിന്നെ നമ്മൾ രാത്രി തട്ടുദോശയാണ് മേടിച്ചത്. B6 നിന്നാണ് മേടിച്ചത്. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ തട്ടുകടയിൽ നിന്ന് കഴിക്കുന്ന അതേ ഫീലാണ്. നമുക്ക് എല്ലാവർക്കും ഒരു ലൈറ്റ് ഫുഡ് മതി എന്ന് പറഞ്ഞിട്ട് തട്ട് ദോശയും സാമ്പാറും ചമ്മന്തിയും പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ചിക്കൻ 65 കൂടെ പറഞ്ഞായിരുന്നു. അയ്യോ രക്ഷയില്ലാത്ത ടേസ്റ്റായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. അൻറ്റിൽ ദ നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ബൈ ബൈ.